നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം കബളിപ്പിക്കുകയാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം നവംബർ 26-ന് ആഘോഷിക്കും. പാണഞ്ചേരി പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിൽ കയറാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. NCC ദിനത്തോടനുബന്ധിച്ച് 24 കേരള ബറ്റാലിയൻ NCC മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ CK ബാബുവിനെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേസിൽ കേരള ഹൈക്കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം കബളിപ്പിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോഴിക്കോട് പന്നിയങ്കരയിൽ NDA സ്ഥാനാർത്ഥി നമ്പിടി നാരായണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന്റെ എല്ലാ വിശദാംശങ്ങളും കോടതിയെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ നിർദ്ദേശം. എന്നാൽ എല്ലാം SIT മുക്കുകയാണ് ചെയ്യുന്നത്. പോറ്റി ആദ്യം കൊടുത്ത മൊഴിയിൽ കടകംപള്ളിയുടെയും വാസവന്റെയും പേരുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും SIT കോടതിയെ അറിയിച്ചില്ല. ഭരണത്തിൽ അത്രയും സ്വാധീനമുള്ളവരാണ് പ്രതികൾ. അവർക്ക് തെളിവുകൾ നശിപ്പിക്കുവാൻ സാധിക്കും. അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് വൈകിക്കുകയാണ്. തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയാണിതെന്ന് എല്ലാവർക്കും അറിയാം. പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിച്ചത് തെളിവില്ലാതാക്കാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം നവംബർ 26-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് ബുധനാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ ചടങ്ങ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, 6 മണിക്ക് 101 കതിനവെടികൾ ഷഷ്ടി മഹോത്സവത്തിന്റെ ആരംഭം കുറിക്കും. ഇളനീർ പാലഭിഷേകം ഉണ്ടാകും. 10 മണി മുതൽ വിവിധ കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാവിലെ 10:30 മുതൽ 2 മണി വരെ അന്നദാനം. ഉച്ചകഴിഞ്ഞ് ഭഗവാൻ ആനപ്പുറത്തേറി പുറത്തേക്ക് എഴുന്നള്ളും. 3:30-ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദിവ്യദർശനം. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് NM മനോഹരൻ, സെക്രട്ടറി TG ഗോപകുമാർ, NM സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് 19 പയ്യന്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് അനിത KVയുടെ വിജയത്തിനു വേണ്ടി വാർഡ് കൺവെൻഷൻ ആശാരിക്കാട് ചേർന്നു. ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ EM വർഗീസ്, സുബിൻ കുമാർ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരും പങ്കെടുത്ത 10 വർഷക്കാലമായി പഞ്ചായത്തിൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് KV അനിതയാണ്. തുടർ വികസന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാട് സ്ഥാനാർത്ഥികൾക്കുള്ളതുകൊണ്ട് വീണ്ടും KV അനിത വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി യോഗത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 19 പയ്യനം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് അനിത KV. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ വാർഡിനകത്ത് നിരവധിയായിട്ടുള്ള സമാനതകളില്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, ഇവിടുത്തെ ഓരോ ജനങ്ങളോടൊപ്പം നിന്നും ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ, റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, കൂടാതെ ക്ഷേമ പെൻഷനുകൾ, ഭവന നിർമ്മാണ പദ്ധതികൾ തുടങ്ങി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നമ്മുടെ വാർഡിനകത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി പദ്ധതികൾ ഈ വാർഡിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ പദ്ധതികളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം 4 പേർ പിടിയിൽ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും നേരെ നടന്ന വെട്ടാക്രമണത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായി. കൊട്ടേഷൻ നൽകിയ ആളടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ എറണാകുളത്ത് നിന്നും തൃശൂരിനിടയിൽ നടന്ന സമാന്തര റെയ്ഡുകളിൽ പിടികൂടിയത്. വെളപ്പായ സ്വദേശി സുനിലും ഡ്രൈവർ അജീഷിനും വ്യാഴാഴ്ച രാത്രി 10-ന് വെട്ടേറ്റിരുന്നു. വെളപ്പായയിലെ സുനിലിന്റെ വീട്ടുവളപ്പിലാണ് ആക്രമണം നടന്നത്.
കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ആദ്യം അജീഷിനെയാണ് സംഘം വെട്ടിയത്. തുടർന്ന് സുനിലിനെയും 3 പേർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കം ക്വട്ടേഷനായി വളർന്നു എന്നാണ് വിവരങ്ങൾ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ല, യാത്രാ ദുരിതം പേറി യാത്രക്കാർ. പാണഞ്ചേരി പഞ്ചായത്തിന്റെ ടി.കെ. രാഘവൻ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. നിരവധി യാത്രക്കാർ ഉണ്ടായിട്ടും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത് പതിവാകുകയാണ്. 2-3 മണിക്കൂർ പിന്നിട്ടതിനു ശേഷം മാത്രമാണ് ബസ്സുകൾ സ്റ്റാൻഡിലെത്തുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെന്നും യാത്രക്കാർ പറഞ്ഞു. അതേസമയം പീച്ചി ഭാഗത്തേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുമ്പോഴും തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പാലത്തിന് സമീപം തിരിഞ്ഞ് സർവീസ് നടത്തുകയാണെന്നും പരാതിയുണ്ട്. വിഷയത്തിൽ പോലീസിലും യാത്രക്കാർ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്.
പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 26 ബുധനാഴ്ചയാണ് ഷഷ്ടി ആഘോഷം. ഷഷ്ടി ദിവസം രാവിലെ 3 മണിക്ക് നാദസ്വരമേളത്തോടെ പള്ളി ഉണർത്തൽ ചടങ്ങും തുടർന്ന് വിവിധ വിശേഷാൽ പൂജകളും ഉണ്ടാവും. രാവിലെ 6 മണിക്ക് 101 കതിനുവെടികൾ മുഴങ്ങുന്നതോടെ ദേശത്തെ ഷഷ്ടി ആഘോഷത്തിന് തുടക്കമാവും. അന്നേ ദിവസം രാവിലെ 10 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ വാദ്യമേളത്തോടെ ക്ഷേത്രപ്പറമ്പിൽ എത്തിത്തുടങ്ങും. അമ്പലക്കാവടി, പൂക്കാവടി, ചിന്തുകാവടി എന്നിവയും പ്രഗൽഭൻ നയിക്കുന്ന വാദ്യമേളവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ഉച്ചപൂജയ്ക്ക് ശേഷം 2:10 പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദിവ്യദർശനവും ഉണ്ടാവും. ഷഷ്ടി ആഘോഷങ്ങൾക്ക് ക്ഷേത്രാചാര്യൻ വടക്കേടത്ത് പെരുമ്പടവ് മനക്കൽ കേശവൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി പെരുമ്പടവ് മനക്കൽ ഹരി നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഗോപിനാഥൻ നമ്പൂതിരി, കൊട്ടിലിലെ ശാന്തി PG വേണുഗോപാൽ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ NM മനോഹരൻ, N ഗോവിന്ദൻകുട്ടി, CN സുധീർ കുമാർ, TG ഗോപകുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മെട്രോ ലിങ്ക്സിന്റെ കളർ ഫെസ്റ്റ് എന്ന ഓൾ കേരള ഡ്രോയിംഗ് കോമ്പറ്റീഷൻ നവംബർ 29 ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ കാറ്റഗറികളിലായി LKG മുതൽ +2 ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മത്സരിക്കാം. ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 20 രൂപയാണ് പ്രവേശന ഫീസ്. മത്സര സമയം നവംബർ 29 രാവിലെ 10 മുതൽ 12 മണി വരെ. വാർത്താസമ്മേളനത്തിൽ ബാബു വർഗീസ്, KR ചന്ദ്രൻ, ഗിരീഷ് ഗീവർ, TD വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സൈസ് വിമുക്തി മിഷനും തൃശൂർ MSA അക്കാദമിയും സംയുക്തമായി കായികമാണ് ലഹരി എന്ന സന്ദേശവുമായി സോണൽ തല കരാട്ടെ മത്സരം സംഘടിപ്പിച്ചു. പാലക്കാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്നായി 611 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ സർക്കിൾ ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ MG അനൂപ് കുമാർ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. MSc ഡയറക്ടറും റിക്കോഷിറ്റോറിയോ കരാറ്റെ സോണൽ ചീഫുമായ PS റഫീഖ് പദ്ധതി വിശദീകരണം നടത്തി. റിക്കോട്ടിഷോറിയോ കരാറ്റെ ഏഷ്യൻ ചീഫ് ആദിത്യൻ അനിൽ അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, ട്രഷറർ VC വിനോദ്, റിക്കോഷിറ്റോറിയോ കരാറ്റെ കേരള പ്രസിഡന്റ് M അനിൽകുമാർ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, MSA ജില്ലാ കൺവീനർ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരിയിൽ അകപ്പെടാതെ വിദ്യാർത്ഥികളെ കായിക മേഖലയിലേക്ക് കൂടുതൽ ബന്ധപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. NCC ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആദര സമ്മേളനത്തിൽ 24 കേരള ബറ്റാലിയൻ NCC മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ CK ബാബുവിനെ ആദരിച്ചു. സമ്മേളനം സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ കേണൽ CK ബാബുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമ്പിളി പീറ്റർ NCC ദിന സന്ദേശം നൽകി. കലാകാരൻ മണലൂർ ഗോപിനാഥ്, അഡ്വക്കേറ്റ് R രാജഗോപാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേണൽ CK ബാബു മറുപടി പ്രസംഗം നടത്തി. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യന്റെ ഭാര്യ ഇന്ദിര സുബ്രഹ്മണ്യനെ യോഗം ഉപഹാരം നൽകി ആശംസകൾ നേർന്നു. ഹോളി ഏഞ്ചൽസ് കോളേജിന്റെ ബൈബിൾ കൺവെൻഷനും ഗ്രാജുവേഷനും ഓഡിയേഷൻ സർവീസും ജവഹർ ബാലഭവനിൽ നടന്നു. ക്രിസ്തുവിന്റെ പടയാളി എന്ന വിഷയത്തിൽ PR അനിൽ, എബി എബ്രഹാം, സജു ചാത്തന്നൂർ, തോമസ് കുട്ടി, ഷിജു വർഗീസ്, KO തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. यीशु का राजमहल में सर्वदा गीत गाएगा। ये सब लोग हमारे हालेलुया, प्रेज द लॉर्ड। यीशु का राजमहल में सर्वदा गीत गाएगा।
മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ കല്ലംകുന്ന് ഡോൺ എന്നറിയപ്പെടുന്ന ദീപകിനെ പിറ്റ് NTPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കും. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പിറ്റ് NTPS നിയമപ്രകാരമുള്ള ഈ വർഷത്തെ 7ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ പിറ്റ് NTPS ആക്ട് പ്രകാരം തടങ്കലിൽ ആക്കുന്നതിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ചിറയിൽ വീട്ടിൽ ദീപക് എന്നയാൾക്കെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. താണിക്കുടം അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. താണിക്കുടം ഐനിക്കൽ വിജയന്റെയും അനിതയുടെയും മകൻ രാഹുൽ കൃഷ്ണയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പാട്ടുരായ്ക്കൽ മേൽപ്പാലത്തിന്മേൽ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ രാഹുൽ കൃഷ്ണ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഭാര്യ ശരണ്യ, സഹോദരി രേവതി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത്. ദേശീയപാത നടത്തറയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിൽ മറ്റൊരു ലോറി ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെയാണ് അപകടം. മണ്ണുത്തി ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിയായ മുഹമ്മദ് റഫീസിനാണ് പരിക്കേറ്റത്. ഇയാൾ ഓടിച്ച വാഹനം റോഡിൽ നിർത്തിയിട്ട മറ്റൊരു ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കുടുങ്ങി. ഇയാളെ തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ഉടൻ ആക്ട്സ് പ്രവർത്തകർ ആംബുലൻസിൽ ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഒല്ലൂർ ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം കബളിപ്പിക്കുകയാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം നവംബർ 26-ന് ആഘോഷിക്കും. പാണഞ്ചേരി പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിൽ കയറാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. NCC ദിനത്തോടനുബന്ധിച്ച് 24 കേരള ബറ്റാലിയൻ NCC മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ CK ബാബുവിനെ ആദരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.